ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പുതിയ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോടുകൂടെ വീണ്ടും ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. തെരുവിൽ ഒരാൾ കൊച്ചൊരു പക്ഷിയെ കയ്യിൽ പിടിച്ച് കറങ്ങി നടന്നു. അയാൾ അതിൻ്റെ തൂവലുകൾ ഓരോന്നോരോന്നായി വലിച്ച് പിഴുതെറിയുകയാണ്. ചോര ചിന്തുന്ന കിളിയുടെ കരച്ചിൽ അയാൾ ശ്രദ്ധിച്ചില്ല. ഇരയെ കളിപ്പിക്കുന്ന കാട്ടുമൃഗം എന്നുപോലെ അയാൾ താൻ പീഡിപ്പിക്കുന്ന പക്ഷിയുടെ പിടച്ചിൽ ആസ്വദിക്കുകയാണ്. കാഴ്ചക്കാരിൽ മാന്യനായ ഒരു വ്യക്തി അയാളുടെ അടുത്തെത്തി ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? കാണുന്നില്ലേ നിങ്ങൾ? തെരുവ് മനുഷ്യൻ അലറി, ഞാൻ ഈ കിളിയുടെ തൂവലുകൾ വലിച്ചു പറിച്ചു കളയുന്നു. ചോരയൊലിക്കുന്നത് കണ്ടില്ലേ? ആഹാ, എന്ത് രസം! കേട്ടില്ലേ കരച്ചിൽ? കൊള്ളാം. ഞാനിതിനെ എൻ്റെ പുന്നാര പൂച്ചയ്ക്ക് എറിഞ്ഞു കൊടുക്കും. അവനിതിനെ കടിച്ച് മുറിച്ച് കറുമുറ തിന്നുന്നത് കാണാൻ എന്ത് രസമാണ്! ഞാനത് നോക്കി നിൽക്കും. ആഹാ, ആ ക്രൂര മനുഷ്യൻ നടറോഡിൽ നിന്നും നൃത്തം ചെയ്യാൻ തുടങ്ങി. മനുഷ്യ, നിങ്ങളിതിനെ സ്വതന്ത്രമാക്കും. നിങ്ങൾക്കറിയില്ലേ പക്ഷികൾ പറക്കാനായി സൃഷ്ടിക്കപ്പെട്ടവയാണെന്ന്? എന്ത് പക്ഷിയുടമ മാന്യനായ വ്യക്തിയുടെ അടുത്തേക്ക് ചാടിച്ചെന്നു. പക്ഷികൾക്ക് ആകാശത്തിൽ പറക്കാം, എന്നാൽ എൻ്റെ വലയിൽപ്പെട്ട് കഴിഞ്ഞാൽ അതെൻ്റേതാണ്. പിന്നെ അതിനെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. അതിൻ്റെ ഭാവി എൻ്റെ കയ്യിൽ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? മാന്യ വ്യക്തി തെരുവ് മനുഷ്യൻ്റെ അടുത്തേക്ക് ഭവ്യതയോട് ചെന്നു. അദ്ദേഹം കുറേ കൂടെ അടുത്ത് ചെന്ന് ചോദിച്ചു, നിങ്ങളീ പക്ഷിയെ എനിക്ക് വിൽക്കുന്നോ? വിൽക്കാനോ? അയാൾ അത്ഭുതത്തോട് ചോദിച്ചു. ഈ കാട്ടുപക്ഷിയെ നിങ്ങൾ വിലയ്ക്ക് വാങ്ങുമെന്നോ? ഹേയ്, ഇത് പാടില്ല. ഈ വൃത്തികെട്ട പക്ഷിയെ നിങ്ങൾക്കെന്തിനാണ്? അത് നിങ്ങൾ അറിയേണ്ട. നിങ്ങളതിനെ വിൽക്കുന്നെങ്കിൽ പറയൂ, ഞാൻ ഇതിന് എന്ത് വിലയും തരാം. എന്ത് വിലയും? അതായത് നിങ്ങൾ ഈ പക്ഷിക്ക് വേണ്ടി 1,00,000 രൂപ മുടക്കാൻ തയ്യാറാണോ? അതെ, മാന്യനായ വ്യക്തി പറഞ്ഞു. 1,00,000 ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ തെരുവ് മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു കാട്ടുപക്ഷിക്ക് 1,00,000 രൂപയോ? കേട്ട് നിന്ന എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. മാന്യനായ ആ മനുഷ്യൻ അയാളുടെ പേഴ്സ് എടുത്ത് പണമെണ്ണാൻ തുടങ്ങി. അവസാനത്തെ നോട്ടും അയാൾ പേഴ്സിൽ നിന്നും വലിച്ചെടുത്തു. 1,00,000 രൂപ അദ്ദേഹം തെരുവ് മനുഷ്യൻ്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുത്തു. ആ നല്ല മനുഷ്യൻ പക്ഷിയെ കയ്യിൽ വാങ്ങി, അതിനെ ചുംബിച്ചു. പിന്നെ ആകാശത്തേക്ക് അതിനെ പറത്തിവിട്ടു സ്വതന്ത്രമാക്കി. എല്ലാവരും വിസ്മയത്തോടെ നോക്കി നിൽക്കെ അദ്ദേഹം സൗമ്യതയോടെ നടന്നകന്നു. ഒരു കാട്ടുപക്ഷിക്ക് 1,00,000 രൂപയോ? നിങ്ങളും ചോദിച്ചേക്കാം. അതൊന്നും നടപ്പില്ല, ഇതൊരു കഥ മാത്രം. ഒരു പക്ഷേ നമ്മളങ്ങനെ പറഞ്ഞേക്കാം, ഇത് കഥ മാത്രമായിരിക്കാം. എന്നാൽ ഇതുപോലൊരു കാര്യം സത്യമായത് അദൃശ്യമായ ലോകത്ത് നടന്നിട്ടുണ്ട്. നിങ്ങളും ഞാനുമൊക്കെ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ദൈവത്തിൻ്റെ വിശുദ്ധ സാന്നിധ്യത്തിൽ എന്നും വിഹരിക്കുവാൻ സ്വതന്ത്രമായിട്ട് ദൈവം അനുവദിച്ചിരുന്നവർ. എന്നാൽ മനുഷ്യൻ ദൈവസംസർഗത്തേക്കാൾ പാപത്തിൻ്റെ ഭോഗങ്ങളെ മോഹിച്ചു. ആത്മാവിനെ അവഗണിച്ച് മനസ്സിനെ ശരീരത്തിന് വിറ്റു. നാം ആർത്തിക്കാരായി അസൂയപ്പെട്ടു, ദൈവദൂഷണം പറഞ്ഞു, പോരടിച്ചു, കൊല ചെയ്തു. നമ്മുടെ മുമ്പിൽ സാത്താൻ കൊണ്ടുവച്ച ഓരോ സുഖഭോഗങ്ങളും നമ്മെ നരകത്തിൻ്റെ വലയിൽപ്പെടുത്താനുള്ള കണികളായിരുന്നുവെന്ന് നാം അറിഞ്ഞില്ല. അവൻ നമ്മെ അവൻ്റെ കളിപ്പാവയാക്കി. പ്രിയമുള്ളവരെ, ഈ അതിക്രമത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് കരുണാസമ്പന്നനായ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച സുദിനങ്ങളെ ഓർക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആ ആഘോഷത്തെ വരവേൽക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാൻ. പ്രിയ കർത്താവേ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ കരുണ എല്ലായ്പ്പോഴും ഓർക്കുവാനും ദൈവമേ വിനയത്തോടും സമർപ്പണത്തോടും കൂടെ ജീവിപ്പാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പാപത്തിൻ്റെ കാഠിന്യം എത്രയാണെന്ന് എല്ലായ്പ്പോഴും തിരിച്ചറിയുവാനും ചിന്തിക്കുവാനും ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.